ഗ്രീനിഫൈ ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന ഈ പ്ലാന്റിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നവരുമുണ്ട്, അറിയാത്തവരുമുണ്ട്. ഈ പ്ലാന്റാണ് മില്യം ബെൽസ് എന്ന് പറയുന്ന ഈ ഓറഞ്ച് കളറിലെ ഈ പ്ലാന്റ്. ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയങ്ങളിലും ഒരേപോലെ ഫ്ലവർ കിട്ടുന്ന ഒരു പ്ലാന്റാണ് മില്യം ബെൽസ്. നമുക്ക് ഇന്ന സമയം പൂ കിട്ടാവുന്ന നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ പെറ്റൂണിയ മാതിരി സെൻസിറ്റീവ് അല്ല ഈ പ്ലാന്റ്. അതാണ് ഈ പ്ലാന്റിന്റെ പ്രത്യേകത ഒന്ന്. ഇതിൻ്റെ പല കളർ ബേസിലും ഉണ്ട്. 10ഓളം കളർ ബേസിലുള്ള പ്ലാന്റുകൾ എൻ്റെ അറിവിലുണ്ട്. എല്ലാ പ്ലാന്റുകളും എൻ്റെ കയ്യിലില്ല. കുറച്ച് 6-7 കളറോളം എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഡബിളും ഉണ്ട്, സിംഗിളും ഉണ്ട്. ഇതെല്ലാം നല്ല രസമുള്ള പ്ലാന്റുകളാണ്. ഇത് എപ്പോഴും ഈ പ്ലാന്റിനെ നമുക്ക് നിലനിർത്താൻ പറ്റും. പെറ്റൂണിയ മാതിരി അല്ല. നമുക്കിത് വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ തണ്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണ്ടുകൾ നല്ല കനമുള്ള തണ്ടുകളാണ്, നല്ല നല്ല കട്ടിയുള്ള തണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഈ തണ്ടുകൾ സെൻസിറ്റീവ് അല്ലാതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോകത്തില്ല. ഇതേപോലുള്ള തണ്ടുകളാണ് കൂടുതൽ നമ്മളെടുത്ത് കിളിപ്പിക്കുന്നത്. ഈ പെറ്റൂണിയ കിളിപ്പിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ തണ്ടുകൾ കിളിപ്പിക്കാറുള്ളത്. ഇതുപോലെ ചെറിയ തണ്ടുകൾ എടുത്ത് നമ്മൾ കിളിപ്പിക്കും. എന്നാൽ നമുക്ക് ഈ തണ്ടുകൾ കിളിപ്പിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഫ്ലവറായ തണ്ടുകൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് കിളിപ്പിക്കാം. ഈ ഫ്ലവറായ തണ്ടുകൾ കട്ട് ചെയ്ത് കിളിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ ഈ പ്ലാന്റ് പടക്കുന്ന പെട്ടെന്ന് കയറി പടക്കത്തില്ല. അങ്ങ് ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് കുറ്റിച്ച് പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പെറ്റൂണിയയിൽ അങ്ങനെയല്ല. പെറ്റൂണിയ നമ്മൾ പിന്നെ ഫ്ലവറായ പ്ലാന്റ് ഈ തണ്ട് നട്ടാലും നമുക്ക് അതിൽ നിന്ന് ചെറിയ ചെറിയ തണ്ടുകൾ പൊട്ടി നമുക്ക് ഇഷ്ടംപോലെ പിന്നെ ഫ്ലവർ ഉണ്ടാവും. എന്നാൽ ഇതങ്ങനെയല്ല. നമ്മൾ ഈ ഫ്ലവറായ തണ്ട് നട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചെറിയ എത്തുകൾ ഉണ്ടാകാൻ സാധ്യത ഒത്തിരി കുറവാണ്. ഈ കുറ്റിച്ച് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകിച്ച് പറയാനുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ ഞാൻ ഈ തണ്ടുകൾ നട്ടിരിക്കുന്നത് കാണിക്കാം. നമ്മൾ ഈ ഫ്ലവറായ തണ്ടുകൾ ഈ ചെറിയ ഈ എത്തുകൾ വരുന്നത് കട്ട് ചെയ്ത് നട്ടതും ഞാൻ കാണിക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞ മാതിരി കിളിപ്പിച്ച പ്ലാന്റാണ് ഈ കാണുന്നത്. പൂക്കളായ തണ്ടുകൾ കിളിപ്പിച്ചതും പൂക്കളാകാത്ത ചെവിട്ടിൽ നിന്നെടുത്ത ചെറിയ തണ്ട് കിളിപ്പിച്ചതും ഒക്കെ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ ചെവിട്ടിൽ നിന്ന് എടുത്ത തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കിളിപ്പിച്ച തണ്ടാണ് ഈ കാണുന്നത്. ഇതാണെങ്കിൽ നല്ല നീളത്തിൽ പടർന്നിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇഷ്ടംപോലെ ബ്രാഞ്ചസ് വരികയും ചെയ്യും. എന്നാൽ അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂക്കൾ കട്ട് ചെയ്ത് നട്ടതായതുകൊണ്ട് നമ്മൾ ഈ ഇതിൽ നിന്നുണ്ടാവുന്ന എല്ലാ എത്തുകൾക്കും പൂക്കളായി പോകത്തേ ഉള്ളൂ. വലിയ എത്തുകളൊന്നും നീളത്തിൽ കിട്ടത്തില്ല. നല്ല ബുഷിയായിട്ട് പടർന്ന് കിട്ടും. ഇതെപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് കാണാൻ നല്ല ലുക്കാണ്. കിളിച്ച് നിൽക്കുന്ന തന്നെ കാണാൻ ലുക്കാണ്. നമുക്ക് നല്ല ഫ്ലവറും ഒക്കെയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.